ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തേസ് ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോണ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിസിറ്റ് വിസ പാക്കേജിൽ UAE പോലുള്ള രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളും ഇനി അങ്ങനെ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുമാണ്. ഇപ്പോൾ പല ട്രാവൽ ഏജൻസികളും വിസിറ്റ് വിസ പാക്കേജായിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാം എന്നുള്ള ഇതിൽ വിസിറ്റ് വിസയിലേക്ക് ഒരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിസിറ്റ് വിസ പാക്കേജിനകത്ത് അവർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 60 ഡേയ്സിലേക്കുള്ള വിസ ഉണ്ടാവും. 1 മന്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, സിം ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും കോമൺ ആയിട്ട് എല്ലാ ട്രാവൽ ഏജൻസികളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിയാണ്, 60 ഡേയ്സിലേക്കുള്ള ടൂറിസ്റ്റ് വിസ അവർ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ 30 ഡേയ്സിലേക്ക് നമുക്ക് ഫുഡും അക്കോമഡേഷനും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് UAEയിൽ ദുബായിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിങ് വരുന്നത് മെട്രോയും ദുബായ് ബസ് സർവീസുമാണ്. ഈ ദുബായ് മെട്രോയും ബസ് സർവീസിലും പോകാനായിട്ടുള്ള ഒരു നോയൽ കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രീപെയ്ഡ് കാർഡാണ് നോയൽ കാർഡ്. ഈ നോയൽ കാർഡിൽ നമ്മൾ പൈസ റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് അവരൊരു ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കും, ഒരു 20 ദിർഹത്തിനോ മറ്റായിരിക്കും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഉള്ള ഈ വിസിറ്റ് വിസ പാക്കേജിൽ ഇവർ പറയുന്നത് ജോബ് അസിസ്റ്റൻസ് അല്ല, ജോബ് സെർച്ചിങ് അസിസ്റ്റൻസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ജോലി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ CV തയ്യാറാക്കാം, എങ്ങനെ ജോലി കണ്ടുപിടിക്കാം, ഏതൊക്കെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പാക്കേജിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പാക്കേജിനകത്ത് നിന്നുകൊണ്ട് 30 ഡേയ്സിനുള്ളൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇനി പറ്റാത്തവരുടെ കാര്യം ഞാൻ പറയാം. പറ്റാത്തവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 months to 6 months UAEയിൽ നിൽക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പുമായിട്ട് മാത്രമേ നിങ്ങൾ ശരിക്കും വരാവുള്ളൂ. അതിന് തക്ക മണി നിങ്ങൾ ദിർഹംസായിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവേണം വരാൻ. അതുപോലെ തന്നെ ഈ 60 ഡേയ്സിൽ കറക്റ്റ് 60ാമത്തെ ദിവസം തന്നെ വിസിറ്റ് റിന്യൂ ചെയ്യാൻ പോകേണ്ടി വരും. വിസിറ്റ് റിന്യൂ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഒമാനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ബഹ്റിനായിരിക്കും. മോസ്റ്റ്ലി ഒമാൻ ഒരു ബഹ്റിനാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, പലരും പോകുന്നത്, ഇൻക്ലൂഡ് ഞാൻ ഉൾപ്പെടെ പോയിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിൽ ബസ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ 750 ദിർഹം ടു 1000 ദിർഹം വരെയാണ് ബസ് സർവീസിൽ റിന്യൂവലിന് പോകുന്നതിനുള്ള എല്ലാ ഫീസും കൂടി ഇൻക്ലൂഡ് വരുന്നൊരു പാക്കേജ് വരുന്നത്. അത് ഫ്ലൈറ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ 1000 മുതൽ 1300 ദിർഹത്തിനിടയിലായിരിക്കും വരുന്നത്. അത് ഒക്കെ ഡിപ്പെൻഡൻ്റ് ആണ്, ഓരോ സമയത്തെ സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇതിൻ്റെ റേറ്റിലൊക്കെ മാറ്റം വരാം. പിന്നെ ഇവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ പറയായിരുന്നു ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം, എവിടെയെങ്കിലും പോയാലും പിടിച്ച് നിൽക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അത് പോരാ, ആ കാലം കഴിഞ്ഞു. ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പോൾ ഇവിടെ എല്ലാവരും വരുമ്പോഴത്തേക്ക് ഇവിടെ UAEയിൽ വരുമ്പം ജോലിക്ക് പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ഫ്ലുവൻ്റ് ആണോ, ഹിന്ദിയും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പോൾ UAE പോലുള്ള നാടുകളിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു ചെറിയ വേക്കൻസി പോലും അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദി അല്ലെങ്കിൽ അറബിക് ഫ്ലുവൻ്റ് ആണോ എന്ന് ചോദിക്കും. ഇവനൊരു ബെക്കാല എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ നല്ല പലചരക്കട പോലത്തെ കടകളെയാണ് ബെക്കാല എന്ന് പറഞ്ഞത്. ഒരു ബെക്കാലയിൽ കയറി നിൽക്കണമെങ്കിൽ പോലും ചോദിക്കുന്നത് ഹിന്ദി ഒരു അറബിക് ഫ്ലുവൻ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അതാണ്, ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ സാലറി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ സാലറി സ്കെയിൽ തീരെ കുറവാണ്. അതായത് 1400 മുതലാണ് ഒരു ചെറിയ ജോലിക്ക് ശമ്പളം വരുന്നത്. ചെറിയ ജോലിക്ക് 1400 1000 തൊട്ട് സാലറി പറയുന്ന പല ജോലികളും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളൊക്കെ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻസ്, പ്രത്യേകിച്ച് മലയാളീസ് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഈ 1000 ദിർഹത്തിനൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കാത്തൊരു കാര്യമാണത്. പിന്നെ തീരെ നിവൃത്തികേട് വന്നു കഴിഞ്ഞാൽ ആരും ചെയ്യും, അത് വേറൊരു കാര്യം. അപ്പം സാലറി സ്കെയിൽ ഇപ്പോൾ തീരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ കൺട്രീസുകാർ, നേപ്പാളീസ്, ശ്രീലങ്കൻസ്, ഫിലിപ്പീനീസ്, ഇവരൊക്കെ ചെറിയ സാലറിയിൽ ജോലി ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ജോലി സാധ്യത വീണ്ടും കുറയുമാണ് ഇവിടെ. പിന്നത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഓൺ വിസ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇവിടെ പല കമ്പനികളും ഇപ്പോൾ ഒരു ജോലിക്ക് ഒരു വേക്കൻസി അനൗൺസ് ചെയ്യുമ്പം അവർ പറയുന്ന ഒരു കാര്യം ഒന്നുകിൽ ഓൺ വിസ ഉള്ളവരായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിൽക്കുന്നവരായിരിക്കണം എന്ന് പ്രത്യേകം പറയണം. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരു വേക്കൻസി ആണെങ്കിൽ, ഒരു ഫീമെയിൽ വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ അതിനവർ മസ്റ്റ്ലി ചോദിക്കും ഓൺ വിസ അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസ ആണോ എന്ന് ചോദിക്കും. കാരണം സ്ത്രീകൾക്ക് വിസ കൊടുക്കാനായിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കമ്പനികളെല്ലാം അതിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഓൺ വിസ എടുത്ത് ജോലിക്ക് പല ആളുകളും റെഡിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പല ടാസ്കുകളും ഇവിടെ ഇപ്പോൾ ഒരു ജോലി കണ്ടുപിടിക്കുന്നതിൽ ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കുകയും
നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ഞാനല്ല, ഇപ്പം എന്നെപ്പോലെയല്ല, ഒരുപാട് ആളുകൾ ഇതിലും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ അറിയാവുന്ന ആരോടെങ്കിലൊക്കെ വിളിച്ച് അന്വേഷിച്ച് സംസാരിച്ച് ഇതിലേക്ക് ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ചാടിക്കേറി യുഎയിലേക്ക് വിസിറ്റ് എടുത്ത് ജോലി അന്വേഷിക്കാൻ വരാവുള്ളൂ. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഇതൊക്കെ കേട്ടിരുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.